മോൻ വായിച്ച് സഹായിച്ചിട്ട്. യിരെമ്യാ പ്രവചനം 6-ാം അധ്യായം 14. ലോകരാജ്യങ്ങൾ സമാധാനം. വായിച്ചിട്ട് മോനെ. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറഞ്ഞ് സമാധാനം എന്നവർ പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ഇതേ നടക്കത്തോളം. എല്ലാരും പറയും ഇപ്പൊ സമാധാനം കിട്ടുമെന്ന്. കാലൊടിഞ്ഞവനെ പാറശാല കൊണ്ട് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും തൽക്കാലം ബാൻഡേഡ് ഇട്, പിന്നെ നമുക്ക് MRI എടുക്കാം. മനസ്സിലാകുന്ന പോലെ. സ്വോത്രം. അതുപോലെ ഇന്നത്തെ ട്രംപിന്റെ ഈ മധ്യേഷ്യ സന്ദർശനം മുഴുവൻ താൽക്കാലിക സമാധാനം ഇല്ലാതിരിക്കെ എൻ്റെ ജനത്തിന് താൽക്കാലികമായ മുറിവ് കെട്ടുന്നു. സൗദി അറേബ്യ വന്ന് ഷേഖുമായിട്ട് ചായ കുടിച്ചപ്പോൾ ഇസ്രയേൽ അടുത്ത പണി ചെയ്തു. 400 പേരെ ഹമാസിനെ പലസ്തീനികളെ അവൻ വെടിവെച്ചു കൊന്നു. മനസ്സിലാകുന്നവർക്കായി. ഒരിടത്ത് ചർച്ച നടക്കുമ്പോൾ അങ്ങനെയെങ്കിൽ വെടിവെക്കും. അങ്ങനെയെങ്കിൽ വലിയൊരു സംഭവം നടക്കാൻ പോകുന്നു. വളരെ താഴ്മയോടെ. ഇന്ന് ഇസ്രയേലിനെ സഹായിക്കുന്ന 5 രാജ്യങ്ങളുണ്ട്. 1 ബ്രിട്ടൻ, 2 കാനഡ, 3 ഫ്രാൻസ്, 4 ഓസ്ട്രേലിയ, 5 അമേരിക്ക. ഇവർ ഇസ്രയേലിനെ വിട്ടുപോകും. അതിനാസ്പദമായി ഒരു സംഭവം വരാൻ പോകുന്നു. ബൈബിൾ ക്ലിയർ ആയിരിക്കണം. ഇസ്രയേലിനെ വിട്ടുപോകും 5 രാജ്യങ്ങളും. വായിച്ചു തുടങ്ങുന്നു. യിരെമ്യാ പ്രവചനം. എല്ലാം അന്ത്യകാലം. അതുകൊണ്ട് ആ വാക്യങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് വായിപ്പിക്കുന്നത്. യെരെമ്യാ ചാപ്റ്റർ 21 വേഴ്സ് 21-22. യിരെമ്യാ പ്രവചനം 21-ാം അധ്യായത്തിന്റെ അതിന്റെ 22-ാം അധ്യായം. യിരെമ്യാ 22, 21, 22 വാക്യങ്ങൾ വായിക്കാം. നിന്റെ ശുഭകാലത്ത്. വായിച്ചിട്ട് മോനെ. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. ഇസ്രയേലിനോട് ദൈവം സംസാരിച്ചു. അടുത്തത് നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. അവൻ ജീവിതത്തിൽ ആരെയും വാക്ക് കേൾക്കത്തില്ല. അടുത്ത വാക്കൂടെ. എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. ഇസ്രയേലിന്റെ ബാല്യം മുതൽക്കുള്ള ശീലം. വാക്കനുസരിക്കത്തില്ല. വാക്ക് കേട്ടിട്ട് മോൻ വാക്യം മാറ്റരുത്. പണ്ട് ഒരുവൻ ഉണ്ടായിരുന്നു. കഴുത അന്വേഷിച്ചു പോയ നല്ലൊരുവനായിരുന്നു ശൗൽ. അവനെ ഇസ്രയേലിന്റെ രാജാവാക്കി. എല്ലാവർക്കും അറിയാം. അവൻ പിന്നെ പള്ളിയിൽ പോരത്തില്ല, ആരാധനയ്ക്കും വരത്തില്ല. അവന്റെ ഒരു കുന്തവും കിട്ടി. അഭിഷിക്തനായ ദാവീദിനെ എറിയക്കുമായിരുന്നു അവന്റെ ജോലി. ദാവീദും കർത്താവിനോട് പറഞ്ഞു. ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്നു, യൂട്യൂബിൽ കമന്റ് ഇടുന്നു. കർത്താവ് പറഞ്ഞ് ഞാൻ ശരിയാക്കാം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവസാനം വേറൊരുവൻ ഉണ്ടായിരുന്നു. അവന്റെ ശൗലിന്റെ മകന്റെ പേരാ യോനാദാൻ. അവൻ നല്ല പയ്യനായിരുന്നു. പക്ഷെ പള്ളിയുടെ കഴുക്കോലിലേ നിൽക്കത്തുള്ളൂ. മനസ്സിലാകുന്നവർക്കായി. അവൻ പാരമ്പര്യമുള്ളവനായിരുന്നു. സ്വോത്രം. അതുകൊണ്ട് അവൻ അപ്പൻ്റെ കൂടെ നിന്ന് AG ആവട്ടെ CSI ആകട്ടെ പള്ളിയിൽ പാസ് ചർച്ച നടക്കും പറയത്തില്ല. ചില ചെറുപ്പക്കാർ എഴുന്നേറ്റ് പറയും എൻ്റെ പപ്പായ പള്ളിയുടെ കഴുക്കോല് വെച്ച്. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. അപ്പം അടുത്തവൻ പറയും എൻ്റെ പപ്പായ 50 ചാക്ക് സിമെൻറ്റ് കൊടുത്ത്. എൻ്റെ മോനെ അങ്ങനൊന്ന് പറയാര്. നിൻ്റെ പപ്പ പള്ളിക്ക് കഴുക്കോല് വെച്ച് നിൻ്റെ മക്കളെ എല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. 50 ചാക്ക് സിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ദൈവം മാനിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് കമ്മിറ്റി പ്രശ്നം ഉണ്ടാക്കുന്നതായി ക്രിസ്ത്യാനികൾ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇതുപോലൊരുത്തനായിരുന്നു യോനാദാൻ. എന്താ? അപ്പൻ്റെ കൂടെ പോയി. രണ്ടും കൂടെ ഗിൽബോറ. കേൾക്കണം. യോനാദാൻ തീർന്നു. അപ്പ ഇച്ചി സ്റ്റാൻഡേർഡ് ഉള്ളവനാ. ഫലസ്തീൻ്റെ കുന്തം വേണ്ട. തൻ്റെ കയ്യിൽ അഭിഷിക്തനായ ദാവീദിന്റെ എറിഞ്ഞ കുന്തമെടുത്ത് അവൻ നെഞ്ചിനകത്ത് കുത്തി. ബൈബിളിനകത്ത് ഇങ്ങനൊരു വാക്കുണ്ട്. വീരന്മാർ പട്ടുപോയതെങ്ങനെ? കരമുയർത്തുന്നവർക്കാൽ ദൈവം കൊടുത്ത അനുഗ്രഹം മേടിച്ച് ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായ ശൗൽ ദൈവത്തിന്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ടു പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ തീർത്ത് കളഞ്ഞു. സ്വോത്രം. ബാക്കിയൂടെ കേൾക്കണം. ശൗലിന്റെ മോനാ യോനാദാൻ. എന്നാൽ വേറെ 3 പിള്ളേരുണ്ടായിരുന്നു. കോരഗ് പുത്രന്മാർ. കേട്ടൊരു വല്ലോടും ഉണ്ടോ? സന്തോഷമില്ലല്ലോ. പള്ളിക്കെതിരെ ദാദാൻ, അബീരാം, കോരഗ്. പാസ്റ്ററിനെ മാറ്റണം, സഭ പൂട്ടണം. കുഞ്ഞുങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പക്ഷത്ത് ഞങ്ങളില്ല. മനസ്സിലാകുന്നവർക്കായി. അപ്പൻ്റെ പാരമ്പര്യത്തിലല്ല. അവർ എണ്ണവിള AG വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. പള്ളി കേറ്റിയിലേലും വേണ്ടിയല്ലോ ആലയത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരനായി നിൽപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. കരമുയർത്തുന്നവർക്കായി. ഇതാ സുവിശേഷ പ്രസംഗം. അപ്പന്റെ പാരമ്പര്യത്തിൽ നിന്ന് യോനാദാൻ ഗിൽബോറായിൽ പോയപ്പോൾ ചർച്ചിനെതിരെ ദാദാനും അബീരാമും കോരകം ഉണ്ടാക്കിയപ്പോൾ അപ്പനെ കൈവിട്ടിട്ട് പറഞ്ഞ് ഞങ്ങളില്ല, ഞങ്ങൾ ദൈവസന്നിധിയില്ല. എണ്ണവിള AG ഞങ്ങളെ കേട്ടിയില്ലെങ്കിലും വാതൊക്കെ നിന്ന് കരമടിക്കാൻ കർത്താവേ നീ ഞങ്ങളെ ബലപ്പെടുത്തണം. മനസ്സിലാകുന്നവർക്കായി. ഇതാ ദൈവവചനം. ഒരുവൻ പാരമ്പര്യത്തിൽ നിന്നപ്പോൾ പോയി കുഞ്ഞുങ്ങൾ രക്ഷ പ്രാപിച്ചു. അവരാ സങ്കീർത്തന ഭാഗം എഴുതിയത്. കോരകിന്റെ മക്കൾ ശൗൽ. രണ്ടാമത് കാട്ടിനകത്ത് കരമടിച്ച് ഒരുവനെ ദാവീദിനെ രാജാവായി കൊണ്ടുവന്നു. എല്ലാ പെന്തിക്കോസുകാരും കേട്ടാട്ട് ദാവീദിനിപ്പം നല്ല 5G മൊബൈലും കിട്ടി. ചർച്ചിൽ ആരാധനയ്ക്കും വരത്തില്ല. യേശുദാസ് പാസ്റ്റർ വിളിക്കും, ദാവീദ് രാജാ, അയ്യാ ഇങ്ക കാലിലെ കൂട്ടം ഇരിക്കുന്നത്, ഞാൻ വണ്ടർലായി പോവാന്ന്. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. വീഗാലാൻഡ് കാണാൻ പോകും. എടാ കാശും തന്ന് പത്രാശും തന്ന് വീടും കാറും എല്ലാം കിട്ടിയ ചർച്ചയ്ക്കുള്ള ആരാധനയ്ക്ക് വരാതെ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സംഭവം നടന്നു.
എല്ലാ പെന്തിക്കോസുകാരും കേൾക്കണം. ഇപ്പോൾ ദാവീദിൻ്റെ 5G കിട്ടി, നമ്മുടെ ഉച്ചക്കട ഇരുന്ന് കറക്ക, അങ്ങനെ കറക്കിയപ്പോൾ ഒരു അമ്മാമയെ കിട്ടി, ഊരാവിൻ്റെ ഭാര്യ. ആൾക്കാരെ വിട്ട് അവളെ ഇഞ്ച് കൊണ്ടുവന്നു, കൊട്ടാരത്തിനകത്ത് ശയിച്ചു. കാര്യങ്ങൾ കൈവിടപ്പെട്ടു പോയി. രാവിലെ സങ്കീർത്തനമൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ളിലൊരു പാപഭാരം. അടുത്തൂടെ കേട്ടാട്ട് ഊര്യാവിനെ വിളിക്കാൻ ആളെ വിട്ടു. ഊര്യാവിനോട് ദാവീദ് പറഞ്ഞ്, നീയും ഭാര്യയും നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ സന്തോഷമായിട്ട് കിടന്നുറങ്ങിക്കോളാൻ. മനസ്സിലായിട്ട് ഊര്യാവ് യഹൂദന. അവൻ പറഞ്ഞ്, സാറേ എൻ്റെ ജനം പാളയത്തിനകത്ത് യുദ്ധമുണ്ടാകുമ്പോൾ ഞാൻ ഭാര്യയായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതുകൊണ്ട് ഞാൻ പോവുക. അപ്പൊ ദാവീദ് വിചാരിച്ച് ഫസ്റ്റിൽ അവനെ തട്ടണ കൊട്ടേഷൻ ഗുണ്ടുകാട് സാബു അല്ലാദ്യം ദാവീദ് തന്നെ ഊര്യാവിനെ തട്ടി. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ സഭയിൽ ഒരു 40 ദിവസം പ്രാർത്ഥന. അങ്ങനെ ഇരുന്നപ്പോൾ ദാവീദ് വിചാരിച്ച് ഈ ഉപവാസത്തിൽ ഞാൻ രക്ഷപ്പെടും. മനസ്സിലാകുന്നവർക്കായി. കാലത്തും വൈകിട്ടും എല്ലാം ഉപവാസം. അവസാനം 37, 38, 39 ദിവസങ്ങൾ അരുമയാണ് ഒരു ഊളിയക്കാരൻ തമിഴ്നാട്ടിക്ക് വന്നിരിക്കുന്നത്. അവന്റെ പേര് അരുമயான പ്രവാചകൻ, നല്ല പ്രവാചകൻ നാഥാൻ. നല്ല അരുമயான പ്രഭാഷണം. ദാവീദിന് ഭയങ്കര സന്തോഷം. എൻ്റെ പാപങ്ങളെല്ലാം മാറി, എല്ലാം വളരെ. 40-ാം ദിവസം കാലയിൽ നല്ല സഭായോഗം. ദാവീദ് നല്ലൊരു പാട്ടുമൊക്കെ പാടി നീങ്ങിപ്പോയി, ഭാരങ്ങളൊക്കെ പാടി കർത്തൃമേശ എടുത്ത്. അപ്പോൾ പാസ്റ്റർ നാഥാൻ ഊളിയക്കാരനടുത്ത് പറഞ്ഞു, അയ്യാ ഇങ്ക സാപ്പാടൊക്കെ കഴിക്ക്, ഞാൻ കളിക്കാൻ അവളെ കൊണ്ട് വണ്ടി കയറ്റി വിടാം. ദാവീദ് പറഞ്ഞു, വേണ്ട വേണ്ട, ഇങ്ക ഊളിയക്കാരൻ വീട്ടിലേക്ക് വരട്ടെ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. നാഥാനെ വീട്ടിനകത്ത് കൊണ്ടുപോയി. കേട്ടാട്ടെ, നാഥാനെ വീട്ടിനകത്ത് കൊണ്ടുപോയി. ഉടനെ പറഞ്ഞു, ഊളിയക്കാരാ ഫ്രൈഡ് റൈസ് വേണോ, ചിക്കൻ വേണോ, അൽബകം വേണോ, കുഴിമന്തി വേണോ? നാഥാൻ പറഞ്ഞു, ഒന്നുമേ കിടയാതെ ഒരു ഉച്ച തണ്ണി ഒരു ഗ്ലാസ് കൊടുക്കാൻ പറഞ്ഞു. സ്വോത്രം. ഉടനെ ദാവീദിനോട് പറഞ്ഞു, അയ്യാ ഇങ്ക ഒക്കാറ് തമിഴ് ഭാഷ ഒരു ചിന്ന കഥ പേശണം, ഒരു ചെറിയ കഥ. ദാവീദ് വിചാരിച്ചാണ്ട് ദൂത് വല്ലവും പറയാനാണ്. സ്വോത്രം. നാഥാൻ ഒരു കാര്യം പറഞ്ഞു. ഒരു രാജ്യത്തിൽ ഒരു ധനവാൻ, ഒരു ദരിദ്രൻ. കേട്ടാട്ടെ, 2 പേര്. ധനവാൻ ഇഷ്ടം പോലെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. പാവപ്പെട്ട ദരിദ്രൻ ഒരു കുഞ്ഞാടയുള്ളായിരുന്നു. അതിൻ്റെ പാല് വിറ്റ് അവർ ജീവിച്ചത്. ധനവാന്റെ വീട്ടിനകത്തൊരു പണക്കാരൻ വന്നപ്പോൾ പാവപ്പെട്ട കർഷകന്റെ കയ്യിൽ നിന്ന് കുഞ്ഞാടിനെ കൊണ്ടുവന്ന് കറി വെച്ച് മട്ടൺ സ്റ്റൂ കൊടുത്തു. മനസ്സിലാകുന്നവർക്കായി. ബാക്കി കേട്ടോ. ആട്ടിൻ്റെ കൂടെ കൈയടിച്ചു കൊണ്ട് കിടന്ന് ഈ ദാവീദിന് ഇത് കേട്ട് എഴുന്നേറ്റ്, ആരാ പ്രവാചക ആ കൊടുഞ്ചതി ചെയ്തത്? ഞങ്ങളായിരുന്നേ പറഞ്ഞാൽ അച്ചായൻ ഇരിക്കും, ആരും അറിയണ്ട, ഞങ്ങൾ ശരിയാക്കാം. നാഥാൻ അരുമയാണ് പ്രവാചകൻ. ദാവീദിന്റെ നെഞ്ചെടുത്ത് നോക്കി ഒറ്റ പറച്ചത്, എടാ പാതകം ചെയ്ത പരമകള്ളം നീയാടാ ദാവീദ്. സ്വത്രം. അവിടെ എന്താ ചെയ്തത്? ദാവീദ് മുട്ടുമടക്കി. അതാ അമ്മ 51 സങ്കീർത്തനം. എന്താ? എല്ലാവരും വായിക്കണം. നാഥാന്റെ മുൻപിൽ മുട്ടുമടക്കിയിട്ട് ദാവീദ് എഴുതി, അങ്ങയുടെ മഹത്വത്തിൻ്റെ ദയപ്രകാരം എന്നോട് കരുണ കാണിക്കണമേ, എൻ്റെ അകൃത്യങ്ങളെ നീക്കണമേ, അങ്ങയുടെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയരുത്. ഇന്ന് കളിക്കാവിളെ പ്രവാചകൻ ബൈക്കിനകത്ത് വരും. അന്നമ്മ സിസ്റ്ററെ ചിന്നമ്മ സിസ്റ്ററെ തലയിട്ട് കറക്കും. സ്വോത്രം. അവസാനം എല്ലോ വല്ലവും പൊടിഞ്ഞിട്ട് ഐസക്കിൻ്റെ ആശുപത്രിയിൽ നിംസിലും വരരുത്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. തലയിട്ട് ഇന്ന് പുതിയ പ്രവചനം, മേനെ മേനെ തെക്കേ ഒരു ബസ്സിൽ മോനെ തെക്കേ അമേരിക്ക അയക്കും. സ്വോത്രം. ഇന്ന് രാത്രി ഇങ്ങനെ പറയുന്ന പ്രവാചകന്മാർ ഇവരൊരു വിളനിലമായിരുന്നു. കളിക്കവിള, ചെങ്കവിള, 1000 ചെറുവാരക്കോണം എല്ലാം. ഇന്ന് പാസ്റ്റർ എന്ന പേരില്ലല്ലോ. യേശുദാസ് പാസ്റ്റർ ഇവിടിരിക്കുന്നു, സ്റ്റാലിൻ ജോസ് പാസ്റ്റർ ഇവിടിരിക്കുന്നു, കാക്കറവിളിൽ ദൈവദാസ ഇരിക്കുന്നു. ഇന്നെന്താ പ്രോപ്പറ്റ്, സന്തോഷമില്ലല്ലോ, പപ്പറ്റ്. എവിടുന്ന് വന്നെന്നറിയത്തില്ല അവനൊക്കെ. സ്വോത്രം. ബൈബിളിൽ ആദിയിൽ വചനം, വചനം ദൈവത്തോട്, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ വന്നു പാർത്തു. സ്വോത്രം. പ്രവചനത്തിന് ഞാൻ തെറ്റല്ല, ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഒരു പ്രവാചകൻ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ 7 ദിവസം മുമ്പ് കണ്ണീരോടെ കരയണം. കർത്താവേ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരണം. അല്ലാതെ കളിക്കാവിളെ ഇങ്ങോട്ട് വന്നിട്ട് ബുള്ളറ്റിനകത്ത് ഇറങ്ങിയിട്ട് കുഞ്ഞമാമ അവറാച്ചാൻ്റെ തലയിട്ട് ആട്ടുകലിട്ട് കറക്കുന്നതല്ല പ്രവചന. സ്വോത്രം. യഥാർത്ഥ പ്രവാചകൻ. ഞങ്ങൾ പ്രവചനത്തിൽ വിശ്വസിക്കുന്നവരാ. പ്രവാചകൻ വരുന്ന എന്തിനാ? വീട് തരാനോ കാറ് തരാനോ അല്ല. ഏജിക്കാർ കേൾക്കട്ടെ, അസംബ്ലി സുഖോടുകാർ. എന്താ മലയാളത്തിൻ്റെ സൂപ്രണ്ട് TJ ശാമുവൽ സാർ എന്നപ്പോൾ പച്ചയ്ക്ക് ഞാൻ അടിച്ചു. സ്വോത്രം. അപ്പൊ TJ ശാമുവൽ സാർ പറഞ്ഞു, ഒത്തിരിയൂടെ കയറ്റിക്കോളാം. സ്വോത്രം. ഇന്ന് പകൽ കേരളത്തിൽ നിന്ന് വെളിനാട്ടിൽ ഊളിയത്ത് പോകുന്ന പല ഉപദേശിമാരും പ്ലെയിനിൽ കയറിയ പ്രവാചകന്മാരാ. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി. യോന കപ്പലിൽ കയറിയല്ലോ. മക്കളെ, പ്രവാചകൻ തരുന്നത് വീട് തരാനല്ല, കാർ തരാനല്ല. പാപം ചെയ്ത ദാവീദ് ദൈവസന്ധിയിൽ പട്ടുപോയപ്പോൾ അവനെ മടക്കിക്കൊണ്ടുവന്ന് ദൈവസന്ധിയിൽ നിലനിർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകന്മാർ സദനത്തിൽ എഴുന്നേൽക്കട്ടെ. വീണുപോയ മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവന്ന് നിത്യതയുടെ കവാടത്തിലെത്തിക്കുന്ന അഭിഷിക്തന്മാർ
നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കട്ടെ. അതാ ഒന്ന് ദാണ്ട് എൻ്റെ വാക്കനുസരിക്കാതിരിക്കുന്ന നിന്റെ ബാല്യം മുതൽക്കുള്ള ശീലം. ഒന്ന് ശൗൽ, രണ്ട് ദാവീദ്. വായിച്ചാട്ടെ, അതാ ഇസ്രായേലിന്റെ ചരിത്രം. അടുത്തത് നിന്നെ മേയിക്കുന്നവരെ ഒക്കെയും കൊടുങ്കാറ്റ് മേയിക്കും. എല്ലാരും കേട്ടാട്ടെ, നിന്നെ മേയിക്കുന്നവരെ കൊടുങ്കാറ്റ് മേയിക്കുമെന്ന്. റീത്തയും കത്രീനെ അരുമയാന പൂയലല്ല, സാമ്പത്തിക മാന്ദ്യം. 5 രാജ്യങ്ങൾ. ബ്രിട്ടനിൽ പോയ നേഴ്സുമാർക്ക് നന്ദി, പിള്ളേരാരും ഇനി അങ്ങോട്ട് പോവരുത്. പണവും ലോഡ് വെച്ച് അവിടെ തീർന്നിരിക്കുക ബ്രിട്ടൻ. രണ്ടാമത്തെ ന്യൂസിലൻഡ് ജോലിയില്ല. കഴിഞ്ഞ ദിവസം ആസ്ട്രേലിയയിൽ ചെറുപ്പക്കാരൻ അലക്സ് ബ്രദർ, എഞ്ചിനീയറാ, കുഞ്ഞെന്നോട് പറഞ്ഞു, പാസ്റ്ററെ നാട്ടിലെങ്ങാണ് നിന്നാൽ മതി, ഇവിടെയും തീർന്നിരിക്കുക. പിന്നെ അമേരിക്കയിലെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അമേരിക്കയിൽ നിന്ന് $100 മലയാളി അയക്കണമെങ്കിൽ 5 രൂപ ടാക്സ്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അമേരിക്കയിലെ ട്രംപിന്റെ വിമാനം 35 വർഷമായെന്ന്. അത് കണ്ടിട്ടാ ഇപ്പൊ ഖത്തറുകാർ ഒരു വിമാനം കൊടുത്ത. സന്തോഷമില്ലല്ലോ? മനസ്സിലാകുന്നവർക്കായി പത്രം വായിക്കണം അമ്മ. സ്വോത്രം. അമേരിക്കയിലെങ്ങും കാശില്ല. കഴിഞ്ഞ ദിവസം സ്വോത്രം അമേരിക്കയിൽ നിന്നൊരു പെന്തിക്കോസുകാരൻ, ഞാൻ അവിടെ പോകുന്ന ആളല്ല, എന്നോട് പറഞ്ഞു, പാസ്റ്ററെ വാട്സപ്പ് നമ്പർ മാറിയെന്ന്. ഞാൻ ചോദിച്ചു, അച്ഛാ പുതിയ ലൈൻ വന്നു എന്ന്. അപ്പൊ പറഞ്ഞല്ലോ, മെയ് 30 കഴിഞ്ഞാൽ ഊളിയക്കാരെല്ലാം വരും, ഞങ്ങളെ വിളിക്കും, കൊടുക്കാൻ ചില്ലറയില്ല, അതുകൊണ്ട് മൊബൈൽ നമ്പർ മാറ്റിയെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവിടെ കാശില്ല. അമേരിക്കയിലെങ്ങും പോകണ്ട. തമിഴ്നാട്ടിലോ കേരളത്തിലോ ജോലിയും ചെയ്ത് വല്ല രസവടയും പരിപ്പോടയൊക്കെ കഴിച്ച് ഹല്ലേലൂയ പറയാം. മനസ്സിലാകുന്നവർക്കായി. നിന്നെ മേയിക്കുന്നവർ. അത് പറഞ്ഞപ്പോൾ പിള്ളേർക്ക് സന്തോഷമില്ലല്ലോ. നല്ലോണം ഡിഗ്രി എടുത്ത് പഠിച്ച് നല്ല IAS IPS ഒക്കെ ആയിക്കോളാം. സ്വോത്രം. വെളിനാട്ടിലങ്ങ് പോയിട്ട് ഒരു കാര്യമില്ല. ആറയൂർ CSA പയ്യൻ കഴിഞ്ഞ ദിവസം മാൾട്ടാദേവി എന്ന് വിളിച്ചിട്ട് പറയാം, ഞാൻ ഇപ്പോൾ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയെന്ന്. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അവിടെയും പ്രശ്നമാണെന്ന്. പക്ഷേ തട്ടുകട അവിടം വരായി. ഇന്ന് രാത്രി നിങ്ങൾ കേട്ടാട്ട്, നിന്നെ മേയിക്കുന്നവരെ കൊടുങ്കാറ്റ് മേയിക്കും. അതാ കോവിഡാനന്തര ലോകം, സാമ്പത്തിക മാന്ദ്യം. അങ്ങനെയെങ്കിൽ കാശില്ലാതെ വരുമ്പോൾ അടുത്തതാ എന്റെ പ്രസംഗം. വായിച്ചാട്ടെ, എല്ലാവരും കേൾക്കാം. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. കിടക്കുന്നു നിന്റെ സ്നേഹിതന്മാർ. ഇതിനു വേണ്ടിയാ ഞാനിവിടെ നിൽക്കുന്നത്. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. ഇവിടെ ഒരു വിഷയമുണ്ട്, ചെറുപ്പക്കാരും എല്ലാം കേൾക്കണം. എന്താ പ്രവാസം? നമ്മുടെ പിൻകുളത്തൊരു പയ്യൻ കേട്ടാട്ടെ, സൗദിയിൽ ഐസ്ക്രീം കട നടത്തുന്ന അവൻ 10 മാസം കൂടുമ്പോൾ നാട്ടിൽ വരും. പാസ്റ്റർമാരെ കാണും, എല്ലാവരും വലിയ സന്തോഷം, ഒരു ചായ കുടിക്കാനും കൊടുക്കും. ഒരു നാൾ അവൻ വെളിനാട്ടിലേക്ക് വന്നു. പെൺകുളത്തൊരു കടയിട്ടു, പ്രവാസി തട്ടുകട. 2 അവനൊരു ആട്ടോ മേടിച്ചു, പ്രവാസി ആട്ടോ. അത് കഴിഞ്ഞ് പൂവാറിൽ ഒരു ഹോട്ടലും ഇട്ട്, പ്രവാസി ഹോട്ടൽ. അങ്ങനെ ഇരിക്കാൻ നമ്മ അരുമയാണ് ഊളിയക്കാർ യേശുദാസ് പാസ്റ്റർ. ഇവൻ വന്നിട്ട് 2 മാസമായി തിരിച്ചു വന്നില്ല. പൈതലിനിട്ട് കേട്ട്, വാലിബ 10 മാസം കഴിഞ്ഞ് നീ വന്ന് 2 മാസമായി തിരിച്ചു പോകുന്നില്ലേ? അപ്പോൾ അവൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ നോക്കിയാട്ടെ, എൻ്റെ തട്ടുകട പ്രവാസി, ആട്ടോ പ്രവാസി, ഹോട്ടൽ പ്രവാസി. മനസ്സിലാകുന്നവർക്കായി. എൻ്റെ സൗദിയിൽ ഐസ്ക്രീം കട അറബി എടുത്ത നിന്നെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. മനസ്സിലാകുന്നവർക്കായി. അതാ നാടൻ മലയാളം. ഇന്ന് ഇസ്രയേലിന് കൈ കൊടുക്കുന്ന രാജ്യങ്ങൾ അവനെ കൈവിടും. ഇതെല്ലാവരും ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യണം. അതിനാസ്പദമായി കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ പറഞ്ഞു, ഞങ്ങൾ ഇസ്രയേലിനെതിരെ ഉപരോധം കൊണ്ടുവരും. കരമുയർത്തുന്നവർക്കായി ആദ്യത്തെ വെടി. ഈ കൺവെൻഷൻ തുടങ്ങിയപ്പോൾ, ഹമാസിന്റെ 2ാമത്തെ വെടിനിർത്തൽ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഉപരോധം. ഇവിടെ എല്ലാവരും കേൾക്കണം. അതിനു വേണ്ടിയ ഈ പ്രസംഗം ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണേ. യുണൈറ്റഡ് നേഷൻസ് എല്ലാവരും കേൾക്കണം. ചെറുപ്പക്കാർ പഠിക്കുന്നവർ. നാളെ ഇത് ഞാൻ പ്രസംഗിക്കത്തില്ല. മോൻ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ പഴവഞ്ചാലി വന്നിട്ട് വെളിപ്പാടാണ് പ്രസംഗിച്ചത്. നിങ്ങളുടെ പ്രത്യേക ആവശ്യപ്രകാരം ഇന്ന് UN-നകത്ത് 5 രാഷ്ട്രങ്ങൾ വോട്ടവകാശമുണ്ട്. വീറ്റോ. 1 അമേരിക്ക, 2 റഷ്യ, 3 ഫ്രാൻസ്, 4 ചൈന, 5 റഷ്യ. ഇവരാണ് UN വോട്ടവകാശം. ഇതിൽ 3 പേരാരാ? ഇത് 3 പേര് ഇസ്രയേലിന്റെ കൂടെ. 1 അമേരിക്ക, 2 ബ്രിട്ടൻ, 3 ഫ്രാൻസ്. ഇതിനകത്ത് സാമ്പത്തിക മാന്ദ്യത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം മാറിയാൽ, ഇസ്ലാം സമൂഹത്തിന് അനുകൂലമായി ഒരുവൻ എഴുന്നേറ്റ് വന്നാൽ ഒരു സംഭവം നടക്കും. അതിനുവേണ്ടി കൺവെൻഷൻ. മോനെ, ലൈവ് ക്ലിയർ ആയിരിക്കണം. ദാണ്ട് 2016 അമേരിക്കയിലെ പ്രസിഡന്റ് ബരാക് ഒബാമ, ദാണ്ട് അവൻ ഇറങ്ങിയപ്പോൾ, ദാണ്ട് ഇത് ക്ലിയർ ആയിരിക്കണം ലൈവിൽ. അവൻ ഇറങ്ങിയപ്പോൾ ഒരു പേപ്പർ എഴുതി വെച്ചിട്ട് പോയി. 1967 ജെറുസലേം അറബികൾക്കായിരുന്നു. അത് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. മനസ്സിലാകുന്നവർക്കായി. ദാണ്ട് ഇസ്രയേലിനെ ഒബാമ ചതിച്ചിട്ട് ഇറങ്ങിപ്പോയത്. ഒബാമ സാധാരണ പുള്ളിയല്ല, പാറശാല MLA C ഹരീന്ദ്രൻ സാറല്ല. അങ്ങനെയെങ്കിൽ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം മാറിയാൽ അവിടെ ഒരു സംഭവം നടക്കും. യെരുശലേം അറബികളുടെ കയ്യിലേക്ക് പോകാൻ സാധ്യത. അതിന്റെ പേര് 3ാം ലോക മഹായുദ്ധം.
അരുമயான செய்தி കൂട്ടങ്ങൾ. മൂന്നാമത് നാളിരിക്കുന്ന ദൈവമക്കളെ, യഹൂദൻ ഇതിനെ വിട്ടുകൊടുക്കത്തില്ല. എന്താ യെരുശലേമിന്റെ പ്രത്യേകത? 15 കാര്യങ്ങൾ. നല്ല ക്ലൈമറ്റ്, വചനം കേൾക്കണം. യഹൂദൻ ജീവിതത്തിൽ ഇത് വിട്ടുകൊടുക്കത്തില്ല. ഇതാ വരാൻ പോകുന്ന മൂന്നാം ലോകമഹായുദ്ധം. ജെറുസലേം ബൈബിൾ ചരിത്രം. 1, 5000 വർഷം പഴക്കമുള്ള നഗരം. 2, ദാവീദിന്റെ പട്ടണം. 3 മതങ്ങളുടെ സംഗമവും പോയി. ക്രൈസ്തവ മതം, യഹൂദ മതം, ഇസ്ലാം മതം. 4, അലക്സ മോസ്ക്, മക്ക മദീന കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ പുണ്യ പള്ളി അവിടെ കിടക്കുക. 4, 5-ാമത്തെ കാര്യം എല്ലാവരും കേൾക്കണം. എന്താ സംഭവം എന്നറിയോ? മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്ത് ഇവിടുന്നാ പറയുന്ന ഒരു പറയുന്നത് തെറ്റാ വാർത്ത. ഡോം ഓഫ് റോക്കിൽ നിന്ന്. അതുകൊണ്ട് ഇസ്ലാം കൊടുക്കത്തില്ല. 6, യേശുവിന്റെ ക്രൂശീകരണം ഇവിടെ. 7, യേശുവിന്റെ കല്ലറ ഇവിടെ. 8, മറിയാമ്മച്ചിയുടെ കല്ലറ ഇവിടെ. 9, യേശു ക്രൂശ് തുറന്ന കിദ്രോന്തോട് ഇവിടെ. 10, ഉയർത്തെഴുന്നേറ്റ് യേശു വന്ന് ശിഷ്യന്മാർക്ക് സമാധാനമെന്ന് പറഞ്ഞത് ഇവിടെ. യഹൂദൻ വിട്ടുകൊടുക്കത്തില്ല. 11-ാമത്തെ കാര്യം, ലോകത്തിൽ 60 പ്രാവശ്യം മുറിവേറ്റ സ്ഥലം യെറൂശലേം. 12, 40 പ്രാവശ്യം ജനം ഓടി. 23 പ്രാവശ്യം നിലവിളി. 13-ാമത്തെ കാര്യം. 14, യഹൂദന് സ്വാതന്ത്ര്യം നേടിയ ഒരുവനുണ്ട് ഇന്ത്യക്ക്. ബാപ്പുജി പോലെ യഹൂദന് സ്വാതന്ത്ര്യം നേടിയ ഒരുവനുണ്ട്. അവന്റെ പേര് തിയോഡർ ഹെർസൺ. അവന്റെ കല്ലറ യെറൂശലേമിൽ. 15-ാമത്തെ കാര്യം, ഇന്ന് രാത്രി എണ്ണവിളയിലെ മക്കൾ കേൾക്കണം. എന്താ 15-ാമത്തെ കാര്യം പറഞ്ഞുതരാം? യഹൂദന്റെ ആലയം തകർന്ന വിലാപം അതിലും കിഴക്കേ വാതിലും അവിടെ. അവന്റെ ജീവശ്വാസമുള്ള കാലത്തോളം ജെറുസലേം വിട്ടുകൊടുക്കത്തില്ല. കരമുയർത്തുന്നവർക്ക് ഇതാ സക്കറിയ പറഞ്ഞു, ജെറുസലേം ഒരു പരിഭ്രമ പാത്രം, ജെറുസലേം ഭാരമുള്ള കല്ല്, ജെറുസലേം സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. അതാ മൂന്നാം ലോകമഹായുദ്ധം. ബാക്കിയൂടെ വായിക്ക്. നിന്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടുപോകും. ഈ അമേരിക്ക, ചായ കുടിക്കുന്ന അമേരിക്കയും പോകും, ഫ്രാൻസും പോകും, ബ്രിട്ടനും പോകും, എല്ലാം പോകും. വായിച്ചിട്ട് മോനെ അടുത്ത വാക്ക് വായിക്കാം. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം. ഇന്ന് ആര് പറഞ്ഞാലും കേൾക്കിയല്ല. മോഡി സാറ് പറഞ്ഞാൽ കേൾക്കിയല്ല, മാർപ്പാപ്പ പറഞ്ഞാൽ കേൾക്കിയല്ല, ആര് പറഞ്ഞാലും കേൾക്കാത്ത യഹൂദൻ. വായിച്ചാട്ടെ, ലജ്ജിച്ച് അമ്പരന്നു പോകും. മിനിറ്റ് കൊണ്ടവൻ താഴെ വീടും, എവനേവരും കൈവിടും. യെറൂശലേമേ, യെറൂശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ചു കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു. കരമുയർത്തുന്നവർക്കായി നിനക്കോ മനസ്സായില്ല. ബൈബിളും പ്രവചനവും. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത കാര്യം, അതിനാസ്പദമായ ഒരു സംഭവം നടന്നു. ജാതികൾ റഷ്യയെ കൂട്ടുപിടിക്കുന്നു. എല്ലാവരും കേൾക്കണം. വാക്യം പുറേ വായിക്കും. 2-3 വാക്യം കഴിയുമ്പോൾ ഇടവേള. കുറെ അടുത്ത ഭാഗമുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണം. എന്താ സംഭവം എന്നറിയാമോ? ഈ കഴിഞ്ഞ ദിവസം ഹമാസുമായിട്ടൊരു വെടിനിർത്തൽ ഒപ്പിട്ടു. അതിനാസ്പദമായി വീണ്ടും ഹമാസിനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ പലസ്തീനിന്റെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്, എല്ലാവരും കേൾക്കണേ, റഷ്യയെ ചെന്ന് വ്ളാഡിമിർ പുടിനോട് പറഞ്ഞു, സാറേ നീ ഞങ്ങളെ നയിക്കണം. നമ്പർ 1. യാഗ്യ സിൻവർ, ഇസ്മായിൽ ഹനിയ അവർ കൊല്ലപ്പെട്ടപ്പോൾ, ഇപ്പൊ ഹമാസിനെ ആക്രമിച്ചപ്പോൾ ഹമാസിന്റെ പോരാളികൾ റഷ്യയെ ചെന്നിട്ട് പറഞ്ഞു, അമേരിക്ക ഇസ്രായേലിന് സൈഡ് കൊടുക്കുന്ന ഞങ്ങളെ കൈവിടരുത്, ഞങ്ങളുടെ ലീഡറായി റഷ്യ വരണം. ബൈബിൾ ഇനി കുഞ്ഞു വായിച്ച് സഹായിക്കും. ബൈബിൾ ഉള്ളവരെടുക്കണം. ഇതാ അന്ത്യകാല പ്രവചനം, യെസക്കേൽ പ്രവചനം 38:7-8 വാക്യങ്ങൾ. പ്രജൻ വായിച്ചാട്ടെ. നീ അവർക്ക് വായിക്കാം. ഒരുങ്ങിക്കൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക ഇസ്രായേലേ, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന റഷ്യയെ, നിന്റെ സമൂഹമൊക്കെയും, നിന്റെ അടുക്കൽ കൂടിയ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ. ആരെ ആക്രമിക്കാനാ? ഇസ്രായേലിനെ ആക്രമിക്കാൻ. അടുത്ത വാക്ക്, നീ അവർക്ക് മേധാവിയായിരിക്കുക. കരമുയർത്തുന്നവർക്കായി റഷ്യ അറബ് ലീഗിന് മേധാവിയാവും. ഇവിടുത്തെ കൺവെൻഷൻ നടക്കുമ്പോൾ നാട്ടുകാർ കേൾക്കട്ടെ. ഇന്ന് രാത്രി ലോകരാജ്യങ്ങളിൽ ഈ ടെലികാസ്റ്റ് മോനെ കൊടുത്താട്ടെ. ഇന്ന് രാത്രി ഹമാസിന്റെ നേതാക്കളും പലസ്തീൻകാരും പോയിരിക്കുക. എന്താ കാര്യം എന്നറിയോ? നീ അവർക്ക് മേധാവിയായി തീരും. ഇതാ ബൈബിൾ. ഈ മേധാവിത്വം എവിടെ? അന്തിമ യുദ്ധത്തിലേക്ക്. വായിച്ചിട്ട് മോനെ അടുത്ത വാക്ക് വായിക്കാം. ഏറിയ നാൾ കഴിഞ്ഞിട്ട്, ഏറിയ നാൾ. We are giving an Indian English interpretation. Latter days. വരാൻ പോകുന്ന അടുത്ത ദിവസങ്ങളിൽ latter days, ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. റഷ്യയും ഇസ്രായേലും ഒരുമിച്ച് അടി തുടങ്ങാൻ പോവുക. സന്ദർശിക്കപ്പെടും. എവിടെ വെച്ച്? വാളിന് ഒഴിഞ്ഞു പോകുന്നത്. വാളിന് ഒഴിഞ്ഞു പോകുന്നത് പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ. കൊച്ചി മട്ടാഞ്ചേരി മുതൽ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, സകല യഹൂദന്മാർക്ക് മടങ്ങി വരാ. സകല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നാഗർകോവിൽ വണ്ടി വിട്ടിട്ടുള്ള ബാലരാമപുരത്തായിട്ടേ ഉള്ളു.
അന്തിമ ദിനത്തിന്റെ ചാലാൽ ഒരു ദേശത്തേക്ക് നീ ഒടുക്കം വന്നു ചേരും. ഈ യുദ്ധങ്ങളെല്ലാം ചെല്ലാൻ പോകുന്ന ഒരിടത്ത് വായിക്കാം. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന 48 മെയ് 14 വരെ അറബി ഒട്ടകം ഓടിച്ചു മൂളിയും കിടന്നൊരു ലാൻഡ് ഉണ്ട്. ആ നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ കരമുയർത്തുന്നവർക്കായി എന്റെ കാന്തൻ വരാറായി. യുദ്ധങ്ങളെ കുറിച്ച് യുദ്ധശ്രുതികളെയും കുറിച്ച് അമ്പനാവിള കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിക്കാനുള്ളത് തന്നെ. കർത്താവിന്റെ വരവ്. ഇസ്രായേൽ ഞാൻ ഇന്നലെ പറഞ്ഞു 93 ലക്ഷം പേരേ ഉള്ളു. അടുത്ത 2 വാക്യം എന്താ? 93 ലക്ഷം പേര്, 6 ഡിസ്ട്രിക്ട്. ഇനി കൂടി വന്ന 1 കോടി ചെറുപ്പക്കാർ, പഠിക്കുന്ന മക്കൾ. യാഫ, അത് കഴിഞ്ഞ് ആഷ്കലോൻ, അഷ്തോദ്, ഡിമോന, ടെല്ലവീവ്, ജെറുസലേം. പിന്നെ ഇസ്രായേലിന്റെ കേരളത്തിന്റെ 6 ജില്ല, റഷ്യ, അറബ് രാജ്യങ്ങൾ, ഇവരെല്ലാം കൂടെ ചേർന്ന ഇവന്റെ ഗതി എന്തായിരിക്കും? വായിക്കുന്നു, ഇവന് നേരെ ഒരു ആക്രമണം വരും. ഇസ്രായേലേ, ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 38, 15, 16. ബൈബിൾ കൂടെ ഇരിക്കണം. അതുകൊണ്ട് വളരെ സമാധാനത്തോടെ പ്രസംഗം. എസെക്കിയേൽ 38, 15, 16 വാക്യങ്ങൾ വായിച്ചിട്ട് പ്രജനെ, നീയും നിന്നോടുകൂടെ പല ജാതികളും. അറബ് ലീഗ് മുഴുവൻ അവന്റെ കൂടെ റഷ്യയോടുകൂടെ ചേരും. അതാ 3 ചേട്ടന്മാര്, റഷ്യ, ചൈന, കൊറിയ. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനയുടെ ഷീ ജിൻപിങ്, കൊറിയയുടെ കിങ് ജോങ്. ഇവര് 3 ലീഡർഷിപ്പ് കൊടുക്കും. ഇന്ന് ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്ന ആണ്ട് അമേരിക്കയും ബ്രിട്ടനും എല്ലാം സാമ്പത്തിക മാന്യം തീരുമ്പോൾ അറബ് രാജ്യങ്ങൾ മുഴുവൻ യവന്റെ പിൻപിൽ അണിനിരക്കും. നീയും നിന്നോടുകൂടെ. വായിച്ചിട്ട് മോനെ, പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ വരും. സിറിയാല ഗോലാങ്കുന്നിന്ന് ഇറങ്ങി വരുമെന്ന്. വടക്കേ അറ്റം ക്ലിയർ. എത്ര ക്ലിയറാ ബൈബിളും പ്രവചനവും. അന്ത്യകാലം. അടുത്ത വാക്ക് മോൻ വായിച്ചാട്ടെ. ദേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. കരമുയർത്തുന്നവർക്കായി എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ ഒരു കൂട്ട സൈന്യം ഇറങ്ങി വരും. അന്ത്യകാലം. അടുത്തത് ഗോഗേ. അവിടെ നിൽക്കട്ടെ മോനെ. ദേശത്തെ മറക്കേണ്ടതിന് മേഘം. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എന്താ മേഘം? ബൈബിളിനകത്ത് മേഘമുണ്ട്. മിന്നലുള്ള മേഘം, കാർമേഘം. ആ മേഘമല്ല റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. യുദ്ധവിമാനം, വ്യോമസേന, നാവികസേന. തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് എയർ ഷോ വരും, പോണം. അവിടുത്തെ വിമാനത്തിന്റെ കളർ ഏതാ? ചാരക്കളർ. എയർ ഇന്ത്യ വെള്ള, ഇൻഡിഗോ നീല, പാകിസ്ഥാന്റെ പച്ച, ദുബായ്ക്കാരന്റെ പച്ച, മഞ്ഞ, അബുദാബിക്കാരന്റെ മഞ്ഞ, ഗൾഫ് എയറിന്റെ പല കളർ. എന്നാൽ ചാരക്കളർ വ്യോമസേനയുടെ നാവികസേനയുടെ വിമാനങ്ങൾക്ക്. ഈ ബൈബിൾ എന്നാ എഴുതിയത്? 2800 കൊല്ലം മുമ്പ് കേബാർ നദീതീരത്ത് എസെക്കിയേൽ എഴുതുക. അന്ന് വിമാനം കണ്ടുപിടിച്ചിട്ടില്ല. വിജ്ഞാനം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഗഹനമായി ചിന്തിക്ക്. എന്നാ വിമാനം കണ്ടുപിടിച്ചത്? 1903 അമേരിക്കയിലെ അരിസോണയിൽ 2 സഹോദരങ്ങൾ, ഇർബിയിലും ഓർബിയിലും റൈറ്റ് സഹോദരന്മാർ. പിള്ളേരുടെ കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അയ്യോ, ഇതെല്ലാം പഠിച്ചു പോയി PSCക്ക് വരും. വിമാനം കണ്ടുപിടിച്ചത് ഊരമ്പുല കുഞ്ഞുച്ചാനല്ല, റൈറ്റ് സഹോദരന്മാർ. കരം ഉയർത്തുന്നവർക്കായി സ്വോത്രം. ഇതൊക്കെ കേട്ട് നോട്ട് ചെയ്തിട്ട് എവിടെങ്കിലും വടി വെച്ച ഒരു ചായ വാങ്ങിച്ചു തരണം. സ്വോത്രം. 1903 അമേരിക്കയിലെ ഇർബിയിലും ഓർബിയിലും വിമാനം കണ്ടുപിടിച്ചത്. ഇന്ന് രാത്രി ഇതാ ഞങ്ങളുടെ ബൈബിൾ. പിൻകുളത്തുകാർ കേൾക്കണം. അറ്റ്ലസുകാർ ഒരു സൈക്കിൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ഹെർക്കുലിസ് ഒരു ടയറും ട്യൂബും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് 2800 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചു, റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനം. അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, പ്രസംഗിക്കുന്നവൻ മാറു, പ്രവാചകൻ വീഴു, ഉപദേശി പട്ടുപോകു. എന്നാൽ ഞങ്ങളുടെ ബൈബിളിലെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. ഇന്ന് രാത്രി എണ്ണവിളി. ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, ഇതെടുത്തവന്റെ തലമുറ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. സ്വോത്രം. നിങ്ങൾക്ക് സന്തോഷമില്ല? തിരുവനന്തപുരത്തിന്റെ MP ഉണ്ടായിരുന്നു, ശശി തരൂർ സാർ. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? എവിടെ കേൾക്കാനോ? സ്വോത്രം. നമ്മൾ സീരിയൽ കണ്ടുകൊണ്ടിരിക്കില്ലേ, കറുത്തമുത്തും ചന്ദനം മറ്റേ സ്വോത്രം. അത് കണ്ടുകൊണ്ടിരിക്കുക മാമ സ്വോത്രം. അവസാനം കർത്താവിന്റെ പറയും സ്വോത്രം. ശശി തരൂർ സാറിന് ആരാണ്ട് എൻ്റെ പ്രസംഗത്തിന്റെ ലിങ്ക് അയച്ചു കൊടുത്തു. സ്വോത്രം. പേരൂർക്കട ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറി എന്നെ വിളിച്ചു, പാസ്റ്ററിന് സാറിനെ കാണണം, ബൈബിൾ പ്രവചനങ്ങളെല്ലാം. അദ്ദേഹം വെറും പുള്ളിയല്ല, UN അണ്ടർ സെക്രട്ടറിയാ ശശി തരൂർ സാറ്. ഞാൻ പറഞ്ഞു, യോഗത്തിൻ്റെ ഇടയ്ക്ക് വരരുത്, വളരെ നേരത്തെ വന്നാൽ നന്നതായിരിക്കും. അദ്ദേഹം വളരെ 6:30 ആയപ്പോൾ ഞാൻ പേരൂർക്കട പ്രസംഗിച്ചപ്പോൾ ശശി തരൂർ സാർ വന്നു. വളരെ സന്തോഷം.
അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ 2 വാക്ക് പറയാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു 2 അല്ല 4 പറഞ്ഞു. സ്വോത്രം. പ്രാർത്ഥനയ്ക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ക്രൈസ്തവ സ്കൂളിൽ നല്ല ഇതായിട്ടാണ് പഠിച്ചത്. ക്രിസ്തു പഠിപ്പിച്ചത് സ്നേഹമാണ്, നമ്മളെല്ലാം സ്നേഹത്തിൽ ജീവിക്കണം. ശശി തരൂർ സാറ്, അദ്ദേഹം ആരും ആയിക്കോട്ടെ. എന്നിട്ടൊരു പൊന്നാട, എനിക്ക് സന്തോഷമില്ലല്ലോ. വീട്ടിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോഴാ 2500 രൂപയുടെ പൊന്നാട. ശശി തരൂർ സാറ്. ഞാൻ അന്ന് പറഞ്ഞു, കർത്താവ് ഒരു നോട്ടുമാല ഇട്ട് എന്തൊരു നല്ലതായിരുന്നു. സ്വോത്രം. ഇതായിരിക്കുന്നു പ്രതി ബാക്കി. സ്വോത്രം. ആരാ? കർത്താവിൻ്റെ വരവിനെ പറ്റി, ഇസ്രയേൽ ഗാസയെ പറ്റി ബൈബിൾ പ്രസംഗം കേട്ട് തിരുവനന്തപുരം MP പറയുന്നു ബൈബിൾ അത്ര ക്ലിയർ. നീ ഇന്ന് ഷോക്കൈസിനകത്ത് വെച്ചേക്കോ, ഏലിയാവ് പുതപ്പ് വെച്ചിരിക്കുന്ന പോലെ. മനസ്സിലാകുന്നവർക്ക് ഇടത്ത് തുറന്ന് വായിച്ച് അക്കരെ നാട്ടിൽ കയറിക്കോണം, കാലം തീരാറായി. സ്വോത്രം. ആർക്ക് വേണമെങ്കിലും പടം അയച്ചു തരാം, പ്രതിനറിയാം. ഇന്ന് വേണേ അയച്ചു തരാം, ഇവർക്ക് വേണേലും അയച്ചു തരാം. നല്ല സ്നേഹത്തോട് അദ്ദേഹം പറഞ്ഞ് ഇനിയും പ്രസംഗിക്കണം, കർത്താവ് വരാറായി. അത്ര അവർക്കെല്ലാം അറിയാവുന്ന കാര്യം. ദാണ്ടേ ഇതാ ഒരു മേഘം പോലെ എന്റെ ജനമായി ഇസ്രായേലിന് നേരെ വരും. അടുത്തത് ഗോഗേ. അന്ത്യകാലത്ത് ജാതികൾ കാണുക, അന്ത്യകാലത്ത് ജാതികൾ കാണുക. വായിക്കാം. ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ. യഹൂദന്റെ നിലവിളി ഉയരാൻ കാലമായി. എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കേണ്ടതിന്, അവർ എന്നെ അറിയേണ്ടതിന്, ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരും. എന്റെ ദേശം യഹൂദൻ ഇസ്രയേലിന്റെ ദേശത്തേക്ക് റഷ്യ അറബ് രാജ്യങ്ങളെ കൊണ്ടുവരും. അതിന്റെ പേരാ 3ാം ലോക മഹായുദ്ധം. ക്ലിയർ ആയില്ലയോ? ഈ പ്രശ്നമൊന്നും തീരത്തില്ല. ഇസ്രയേലും തീരത്തില്ല, ഗാസയും തീരത്തില്ല. അതാ പറഞ്ഞത്, മുറിവിന് ബാൻഡേഡ് വെച്ച് കെട്ടുന്ന പോലെ. മലയാളം. ഷുഗറുള്ള അച്ചായന്മാർ അമ്മാമയ്ക്കും അറിയാം. ചില മുറിവ് വന്ന കരിയും പിന്നെയും പൊട്ടും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. നിന്റെ മുറിവിന് ലഘുവായ ചികിത്സ. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം എവിടെ നടക്കും? യോബേൽ പ്രവചനം 3, 9, 11. ഒരു വാക്ക് കഴിയുമ്പോൾ ഇടവേളയിലേക്ക്. യോബേലിന്റെ പ്രവചനം 3-ാം അധ്യായം 9, 1. റഷ്യയും അറബ് ലീഗും 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, റഷ്യ, ചൈന, തുർക്കി, ഇവരെല്ലാം കോവിഡിൽ ഒന്നായി. അതുകൊണ്ട് അവർ ഇന്ത്യക്ക് നേരെ നിൽക്കുന്നത് കണ്ടോ? പാകിസ്ഥാന് തുർക്കി ആ ഡ്രോൺ കൊടുത്തത് ഇന്ത്യ ഇസ്രയേലിനെ സഹായിക്കുന്നത് കൊണ്ട് തുർക്കി തൊളിഞ്ഞും തെളിഞ്ഞും പാകിസ്ഥാനെ സഹായിച്ചത്. ഇതെല്ലാം അന്ത്യകാലമാണ്. എവിടെ വെച്ച് യുദ്ധം നടക്കും? യോബേൽ പ്രവചനം. ബൈബിൾ എടുത്താട്ട് യോബേൽ പ്രവചനം 3-ാം അധ്യായം 9, 11 വാക്യങ്ങൾ. പ്രജൻ വായിച്ചാട്ടെ, എല്ലാവരും കേൾക്കണം. എവിടെ യുദ്ധം നടക്കും? വായിക്കാം. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ. UN കൽപ്പന വരും. ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവീൻ. വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ. വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ. അവിടെ നിൽക്കട്ടെ മോനെ. ആരാ വിശുദ്ധ യുദ്ധം? ക്രൈസ്തവൻ പറയത്തില്ല വിശുദ്ധ യുദ്ധം, ഹൈന്ദവൻ പറയത്തില്ല വിശുദ്ധ യുദ്ധം. ഞാനൊരു മതത്തിനും എതിരല്ല. ജൈനൻ പറയത്തില്ല വിശുദ്ധ യുദ്ധം. വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പേ ഉള്ളു, ഇസ്ലാം സഹോദരങ്ങൾ. അതിനവർ വിളിക്കുന്ന പേരാ ജിഹാദ്. വിശുദ്ധ യുദ്ധം. ഇതെവിടെ തുടങ്ങിയതാ? അബ്രഹാമിന്റെ വീട്ടിൽ. ഇന്നലെ ഞാൻ പറഞ്ഞു, ആരാ? ഇസ്മായിലും ഇസഹാക്കും. 2 ഒരമ്മയുടെ ഉദരത്തിൽ 2 എണ്ണം. ഏശാവും യാക്കോബും. 3 സെമി ഫൈനൽ നിങ്ങൾ കണ്ടു. ഏലാ താഴ്വര. ആരൊക്കെയാ? ദാവീദും ഗോലിയാത്തും. ഇനി ഫൈനൽ നടക്കുന്നു. ഉലകത്തിന്റെ അവസാനം. ഈ വീരന്മാരെ വായിച്ചിട്ട് മോനെ, വീരന്മാരെ ഉദ്യോഗിപ്പിപ്പിൻ. എല്ലാവരും എഴുന്നേറ്റ് വരും. അടുത്ത 11-ാമത്തെ വാക്യം. ഇത് അടിവരയിടണം. എല്ലാവരും ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഒലിവുമലയുടെ താഴ്വാരം ഒരു സ്ഥലത്ത് വരാൻ പോകുന്നു. വായിക്കാം. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ. ഇസ്രായേലിന്റെ ചുറ്റും കിടക്കുന്ന ഏശാവിന്റെ മക്കളാ. ജോർദാനുണ്ട്, സിറിയ ഉണ്ട്, ലബനോനുണ്ട്. യൗമാരെല്ലാം ഏശാവിന്റെ മക്കളാ. ചുറ്റുമുള്ള സകല ജാതികളുമേ. വായിച്ചാട്ടെ. ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ. ബന്ധപ്പെട്ട് വന്നുകൂടിൻ. എവിടെ? 3-ാം ലോക മഹായുദ്ധം. അടുത്ത വാക്ക്. യഹോവേ, യഹോവേ, അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. യഹോവേ, അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാകട്ടെ. അടുത്ത വാക്ക്. ജാതികൾ ഉണർന്ന്, ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. കരമുയർത്തുന്നവർക്കായി ഇസ്രായേലിന്റെ ഒലിവുമലയുടെ അടിവാരമാ ദ വാലി ഓഫ് യഹോശാഫാത്ത്. അവിടത്തേക്ക് വരും മക്കളെ. അന്ത്യകാലം. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ചൈന, റഷ്യ. യഹൂദന്റെ കാര്യം എന്തുവാ? കളിക്കാവിളയിൽ പാണ്ടിലോറിയുടെ കീഴിൽ തവള കയറിയതായിപ്പോ മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. യവന്റെ അയൺഡോമ് മനങ്ങത്തില്ല, യവന്റെ ഡ്രോൺ മനങ്ങത്തില്ല, നിലവിളി മനങ്ങത്തില്ല. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞു ഒലിവുമല പ്രഭാഷം. ആദ്യത്തെ ഇടവേള ലൂക്കോസിന്റെ സുവിശേഷം 20-21. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ. എടുത്താട്ട് യേശുവിന്റെ വചനവും കൂടെ എടുത്താട്ട് വായിക്കാൻ മോനെ. ലൂക്കോസ് 21-21. ഈ യുദ്ധങ്ങളുടെ അവസാനം യെരൂശലേമിലേക്ക്. വായിക്കാൻ മോനെ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 20-21 വാക്യങ്ങൾ. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. കരമുയർത്തുന്നവർക്കായി ഇതെല്ലാം ചെല്ലുന്നത് ജെറുസലേമിലേക്കാ.
വണ്ടി വിട്ടതേ ഉള്ളൂ. ശൂന്യകാലം അടുത്തിരിക്കുന്ന അന്ന് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ഇസ്രായേൽ മക്കളുടെ നിലവിളി മതിപ്രജന് ഇസ്രായേൽ മക്കൾ നിലവിളിക്കും. അതുകൊണ്ട് ആമോസ് എഴുതിയിരിക്കുന്നത് സോദോമിന്റെ ഗോമറയുടെ അകത്തൊരു ന്യായവിധി നടത്തിയ പോലെ നിങ്ങളുടെ ഇടയിൽ ഞാൻ ഉന്മൂലനാശം വരുത്തി. കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ നിങ്ങൾ വലിച്ചെടുത്തു, എങ്കിലും എന്റെ വാക്കനുസരിച്ചില്ല. അങ്ങനെയെങ്കിൽ ഇസ്രായേല്, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്നലെ രാത്രി സക്കറിയാവ് 12:2-3 ജെറുസലേം പരിഭ്രമ പാത്രം, ജെറുസലേം ഭാരമുള്ള കല്ല്. 4 ജാതികൾ അതിനെതിരെ കൂടി വരുന്ന കാലം വരാറ്. എന്നാൽ ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാറായി. ഒരു ചിന്ന കഥ പറഞ്ഞുകൊണ്ട് ഇടവേള. ബാക്കി 5 വാക്യങ്ങൾ. അമ്പനാവിളയിൽ നല്ലൊരു വീട് ഇരിക്കുന്നത് കേട്ടാട്ടെ. അമ്പനാവിളയിൽ നല്ലൊരു വീട് ഇരിക്കുന്നത്. അവിടെ 2 പേർ ഇരിക്കുന്നത്. വെളിനാട്ടിൽ ജോലി ഒരു പയ്യൻ, അവൻ താൻ 38 വയസ്സ്, അവൻ ഭാര്യ 36 വയസ്സ്. ജോലി മുടിച്ചാച്ചിങ്ക വന്നിരിക്കുന്നത്. പിള്ളേകളില്ലായിരുന്നു. തിരുവനന്തപുരത്ത് പോയി ഒരു ട്രീറ്റ്മെന്റ് എടുത്തു. ഇങ്ങ ഒരു കുട്ടിയെ കിട്ടി, 2 വയസ്സുള്ള കറുത്ത ഒരു പയ്യൻ. ഇപ്പൊ ആ പയ്യനുക്ക് വന്ന് 42 വയസ്സ്, ആ പെൺകുട്ടിക്ക് വന്ന് 40 വയസ്സ്. ഒരു കുളന്ത ഇരിക്കുന്നത് 2 വയസ്സ്. ഏവരെ ശ്രദ്ധയോടെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞു. ഇവർ 3 പേര് சாப்பிட்டா இருக்குது. ഒരു ബെഡിനകത്ത് ഈ വാലിബൻ ഇരിക്കുന്നത്, പെൺകുളന്ത ഇരിക്കുന്നത്. അന്ത ചിന്ന കുളന്ത 2 വയസ്സുള്ള. ഇവർ 3 പേര് ഉറങ്ങുക. ചാപ്പാട് കഴിച്ചു 3:30 എഴുന്നേറ്റു. ചെറുപ്പക്കാരും ഈ കുഞ്ഞിറങ്ങുക, കറുത്ത കുഞ്ഞിന്റെ അടുത്ത് തലേണ വെച്ചിട്ട് പറഞ്ഞു, അരമണിക്കൂർ തോട്ടത്തിൽ വെള്ളം അടിക്കാം, തിരിച്ചു വരുമ്പോൾ കുഞ്ഞിനെ എടുക്കാം, നമുക്ക് ചായ ഇടാം. ചെറുപ്പക്കാരി തോട്ടത്തിൽ വെള്ളമടിക്കാൻ പോയി. എണ്ണവിളക്കാർ കേട്ടാട്ടെ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു നിലവിളി, പോക. ചെറുപ്പക്കാരി ഓടി വന്നു. നാട്ടുകാർ വീട്ടിന്റെ ചുറ്റും കാത്തിരിക്കാം. കയറരുത്, ഷോർട്ട് സർക്യൂട്ട്. അയ്യോ, ചെറുപ്പക്കാരും കരഞ്ഞു. ഞങ്ങൾ എത്ര പൈസ കൊടുത്ത് കിട്ടിയ ഒരു കുഞ്ഞ അകത്ത് കിടക്കുന്നു, കരിക്കട്ട പോലെ കറുത്ത കുഞ്ഞെങ്കിൽ കിട്ടിയാൽ നല്ലത്. ഇവര് ഡോറിലോട്ട് പോകും. അച്ചായ, നാട്ടുകാർ പുറകോട്ട് വലിക്കുക. അമ്മാമ്മ വീണ്ടും അകത്തോട്ട് കയറാൻ പോകും, പുറകോട്ട് വലിക്കുക. ലാസ്റ്റ് ചെറുപ്പക്കാര് വീടിന്റെ പുറത്ത് ഒരു കാര്യം ചെയ്തു. 2 പേരും എന്താ കരം കൊടുത്തു. ആരൊക്കെ ഞങ്ങളെ തടഞ്ഞാലും ഞങ്ങളുടെ അകത്തൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞു മരിച്ച് കാണില്ല. വിശ്വസിക്കുന്നവർക്കായി ആ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ചെറുപ്പക്കാരിയും എന്ത് ചെയ്തു? അല്പം പൊള്ളലുള്ള കുഞ്ഞിനെ വാരിയെടുത്തു, എണ്ണവിളയിൽ റോഡിലിറക്കി. എന്നിട്ട് നാട്ടുകാരോടും വീട്ടുകാരോടും ഒരു കാര്യം പറഞ്ഞു, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, വിഷയമില്ല. എന്നാൽ ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിന് ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയെങ്കിൽ ഇന്ന് നൽസെയ്തി കൂട്ടങ്ങളുടെ അവസാന രാത്രി, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിന്റെ നടുവിൽ നിന്ന് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറാ. ഇന്ന് രാത്രി പെൺകുളമേ, ഒരു രാത്രി കൂടി ദൈവത്തിന്റെ ദാസൻ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ नाम। आज रात को इसी संदेश सुनने वाला मेरा भाइयों बहनों, आप लोग किधर बैठा है, पगार नहीं जाने का, ना खर्चा नहीं करने का है, अपना तीसरा दिन संदेश सुन के किधर भी बैठ के आज रात को हाथ उठा के परमेश्वर को दुआ कौन करेगा? यीशु मसीह मेरा है। किसी भाई हाथ उठाएगा, एक तरह बोलना चाहिए, 2000 साल का पहले अपना परमेश्वर यीशु मसीह को दुनिया में भेज दिया। 3 साल में कालवरी का पगाड़ के अंदर 2 चोर का बीच में मृत्यु हो गया। एक भगज वाला आया, मेरा यीशु का पेट में मारा, उधर से 6 लीटर खून निकल गया। उसका खून से मेरे को सफाई करो। किसी भाई आज रात को हाथ उठाएगा, आपका नाम जीव का किताब में डालेगा, जीव പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറാ.